10ാമത്തെ ശ്ലോകം വരെ നാം വസിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. 11ാം ശ്ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ളവരെ, അതായത് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സേവകർ എപ്പോഴാണ് പരീക്ഷിക്കേണ്ടത് എന്നും അവരുടെ യഥാർത്ഥ സ്വഭാവം എപ്പോഴാണ് വെളിവാകുക എന്നും ചാണക്യൻ വ്യക്തമാക്കുന്നു. 1ാം അധ്യായം ശ്ലോകം 11. സംസ്കൃത ശ്ലോകം. ജാനീയാത് പ്രേക്ഷണേ ഭൃത്യാൻ ബാന്ധവാൻ വ്യസനാഗമേ മിത്രം ച ആപത്തികാലേഷു ഭാര്യാം ച വിഭവക്ഷയേ. പദാനുപദ അർത്ഥം: ജാനീയാത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. പ്രേക്ഷണേ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, ജോലിക്ക് നിയോഗിക്കുമ്പോൾ. ഭൃത്യാൻ വേലക്കാരെ അഥവാ സഹായികളെ. ബാന്ധവാൻ ബന്ധുക്കളെ. വ്യസന ആഗമേ കഷ്ടപ്പാടുകൾ വരുമ്പോൾ. മിത്രം സുഹൃത്തിനെ. ച ആപത്തികാലേഷു ആപത്ത് കാലങ്ങളിൽ. ഭാര്യാം ഭാര്യയെ. ച വിഭവക്ഷയേ സമ്പത്ത് നശിക്കുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം സുഖകാലത്തല്ല, മറിച്ച് പ്രതിസന്ധികളിലാണ് വെളിപ്പെടുന്നത്. ഒരു ജോലിക്കാരൻ എത്രത്തോളം വിശ്വസ്തനാണെന്ന് അയാൾക്കൊരു ഉത്തരവാദിത്തം നൽകുമ്പോൾ അറിയാം. ബന്ധുക്കളുടെ സ്നേഹം നമുക്ക് ഒരു ദുഃഖം വരുമ്പോഴാണ് മനസ്സിലാകുക. ആപത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. നമ്മുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലും കൂടെ നിൽക്കുന്നവളാണ് യഥാർത്ഥ പത്നി. 2. ആത്മീയ അർത്ഥം. ഇവിടെ ഭാര്യ, മിത്രം തുടങ്ങിയ പദങ്ങളെ നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളായും കാണാം. നമ്മുടെ വിവേകം അഥവാ ബുദ്ധി ആപത്തുകാലത്ത് നമ്മെ തുണയ്ക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സ് കഷ്ടപ്പാടുകളിൽ പതറാതെ നിൽക്കുന്നുണ്ടോ? ബാഹ്യമായ സാഹചര്യങ്ങൾ മാറുമ്പോഴും മാറാത്ത ആന്തരിക ദൃഢതയാണ് യഥാർത്ഥ ജ്ഞാനം. നമുക്ക് ലഭിക്കുന്ന ഉപദേശം: ആളുകളെ അവരുടെ വാക്കുകൾ കേട്ടല്ല വിലയിരുത്തേണ്ടത്, മറിച്ച് അവർ പ്രതിസന്ധികളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാണ്. നല്ല കാലത്ത് എല്ലാവരും കൂടെയുണ്ടാകും. എന്നാൽ ചാണക്യൻ പറഞ്ഞ ഈ 4 സന്ദർഭങ്ങളെ അതിജീവിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഹിതൈഷികൾ. ഗുണപാഠ കഥ. സുവർണ പരീക്ഷ. ഒരിക്കലൊരു വ്യാപാരിക്ക് തൻ്റെ 3 സുഹൃത്തുക്കളിൽ ആരെയാണ് കൂടുതൽ വിശ്വസിക്കേണ്ടത് എന്ന് സംശയമായി. അവൻ ഒരു ഉപായം പ്രയോഗിച്ചു. താൻ വലിയൊരു കടക്കെണിയിലാണെന്നും ജയിലിൽ പോകാൻ സാധ്യതയുണ്ടെന്നും അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു. ആദ്യത്തെ സുഹൃത്ത് തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. രണ്ടാമത്തെ സുഹൃത്ത് കുറച്ച് പണം നൽകി സഹായിക്കാമെന്നും എന്നാൽ നേരിട്ട് വരാൻ കഴിയില്ലെന്നും പറഞ്ഞു. എന്നാൽ മൂന്നാമത്തെ സുഹൃത്ത് ഉടനെ വ്യാപാരിയുടെ അടുത്തെത്തുകയും എന്തു വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും, നമുക്ക് ഇത് ഒരുമിച്ച് നേരിടാമെന്ന് ധൈര്യം നൽകുകയും ചെയ്തു. അപ്പോഴാണ് വ്യാപാരിക്ക് മനസ്സിലായത്, ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ മിത്രമെന്ന്. ചാണക്യൻ പറഞ്ഞ മിത്രം ചാപത്തികാലേഷു എന്ന തത്വം അവൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെ കുറച്ചുകൂടി വ്യക്തതയോടെ കാണാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ യഥാർത്ഥ ബന്ധു ആരാണെന്ന് ചാണക്യൻ കുറച്ചുകൂടി വിശദമായി പറയുന്നുണ്ട്.